മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നത് ഫാമിലി എന്നുള്ളതാണ്. ഇങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഒരു ബേസിംഗ് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇത് ഇങ്ങനെ പൈസ കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നിയത്. എനിക്കൊരു ഒരു വീട്ടിൻ്റെ കാര്യമില്ല, എൻ്റെ ഭാഗത്ത് ന്യായമൊക്കെ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. എനിക്ക് 100% ഉറപ്പുള്ളത് തന്നെയാണ് ഇതിനെ ഇന്ന് തന്നെ പ്രശ്നത്തിൽ വിളിച്ച കാര്യം കാണണമെന്ന് പറഞ്ഞത്. അതിൽ സത്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്യുന്നതാണ്. FIR രജിസ്റ്റർ ചെയ്തത് കേസ് നിയമത്തിൻ്റെ വഴിയിലാണ് പോകുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നടന്നു പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അത് ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെ ഞാൻ ഇത് സത്യമില്ലാന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണം. നാളെ ആർക്കെതിരെ വരാം. ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണ് അവർക്കെതിരെ കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ അത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതൊരു പ്രൊസീജിയറാണ്, ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമുക്കിത് സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പിന്നെ സിനിമകൾ ഒരുപാട് ശ്രദ്ധ ക്ഷണിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് പറയുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമത്തിന് വഴി പോകണം. അപ്പം ഏത് അന്വേഷണത്തിൽ, ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനിവിടെ തന്നെ പോകും. ഈ ആദ്യമായി കാണേണ്ടി വന്നാൽ ഞാൻ കാണും. എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്കിങ്ങനെ സംസാരിച്ച് ശീലമില്ല. നമ്മൾ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് സംസാരിച്ചേ പറ്റും. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ സത്യമല്ല തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഉന്നത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. ഒരു പരാതി ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അന്നൊരു CA ആണ് വിളിച്ചത്. പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് ഞാൻ പറയും, ഈ പെൺകുട്ടിയെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത്രയും പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല സാറാണ്. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സമയത്ത് ഞാൻ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ പരാതി കൊടുക്കട്ടെ, കാരണം ഫേക്ക് ആയിട്ട് അലിഗേഷൻ വരികയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാം, ഇതിനൊക്കെ വേണ്ടി ചെയ്തായിരിക്കും. അപ്പോൾ അതിന് വെറുതെ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ വിട്ടാൽ മതി. പക്ഷെ ഞാനപ്പോൾ അന്ന് നിയമോപദേശം തേടിയ വക്കീലിൻ്റെ അടുത്ത് വെച്ചിട്ടും വക്കീൽ സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു. ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, പിന്നെ അതിൽ പിന്നാലെ പോകുന്ന കാര്യങ്ങളോ തോന്നും. അങ്ങനെയൊക്കെ ചെയ്യാനറിയാമെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ എനിക്കങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത് പരിചയമില്ല. ഇത് ഞാൻ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസാണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ എന്ത് കാര്യത്തിലും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇന്നും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. അന്ന് പറഞ്ഞ പരാതിയിൽ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ പരാതി പറയുന്നത്. ഇപ്പോഴത്തെ പരാതി പറയുന്നത് ഇതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ മനഃപൂർവ്വം ഓരോ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമായിട്ട് തന്നെയല്ലേ താങ്കൾക്ക് തോന്നുന്നു? ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണോ? ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ? പിന്നെ എന്തെങ്കിലും ഒരു ഗൂഢാലോചന എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു.
അന്ന് CA വിളിച്ച സമയത്ത് ഇതേ പരാതി തന്നെയാണെന്നാണോ പറഞ്ഞത്, അതോ മറ്റെന്തെങ്കിലും പരാതിയായിരുന്നു? പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്നെന്തോ FIR കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ FIR മാറ്റർ എന്നാണ് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിനെ വിളിച്ചു വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഞാൻ എനിക്കിതിനെ കുറിച്ച് അറിയില്ല, നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു കേസാണ്. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് പോയിട്ട് ആവശ്യമില്ല. അന്ന് വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഈ പീഡന പരാതി തന്നെയായിരുന്നു, പീഡനം എന്ന് തന്നെയായിരുന്നോ ആ യുവതി പറഞ്ഞത്? അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ അകത്ത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇതേ മൂഡിലുള്ള പരിപാടിയായിരുന്നു. ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്നിങ്ങനെ കണ്ടു പരിചയപ്പെട്ടു, പിന്നെ എന്തോ പീഡിപ്പിച്ചു, അങ്ങനത്തെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. സിനിമ പ്രൊമോഷന്റെ ഭാഗമായി പോയപ്പോൾ ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. സിനിമ പ്രൊമോഷൻ നിങ്ങൾ അങ്ങനെ ആ സമയത്ത് അവിടെ പോയിരുന്നോ? അങ്ങനെ ആരെങ്കിലും പരിചയപ്പെടുത്തിയിരുന്നോ? കഴിഞ്ഞ വർഷം നവംബർ 1 ഡിസംബർ 15 പ്രൊജക്ട് അനൗൺസ് ചെയ്തിരുന്നല്ലോ. അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൽ വിമൻ പവറുള്ള വിമൻ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമൻ വേണമെന്നുള്ള പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത്. അപ്പൊ അവിടെ നിന്നാണ് ഈ ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്നും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക്, മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പൊ നിവിൻ പോളി കൂടി ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നല്ലോ. ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു. അപ്പൊ ആര്യനെ വിളിച്ചിട്ട് നമുക്കിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ആഡ് പോലെ കൊടുത്തിരുന്നു. അപ്പൊ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. പിന്നെ ആര്യൻ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ എന്താ പറയുക ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആര്യൻ പറഞ്ഞ ഓഡിഷൻ നടത്തിയിട്ടില്ല, നമുക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചു. ഈ ഓഡിഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യം. പക്ഷെ അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ ഇത് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് കഴിച്ചിരുന്ന ഫാർമ എന്ന സിനിമയുടെ ഷൂട്ടായിരുന്നു പാലക്കാട്. ഇങ്ങനെ പല പല സ്ഥലത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇത് ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരവസ്ഥയല്ലായിരുന്നു. ഒരു പരിധി കൂടുതൽ സംസാരിക്കാറുണ്ട് പറഞ്ഞത്. ഇതിന് എനിക്ക് സംസാരിച്ച് ശീലമില്ല. അപ്പൊ അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കെയർഫുൾ ആയിരിക്കാം. ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം. അദ്ദേഹം പേര് പറയാൻ എനിക്കറിയാം. ഒരു വ്യക്തിനെ അറിയാം. ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ പുള്ളിയുടെ ഫണ്ട് മേടിച്ച് സിനിമ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു 10 കോടി സിനിമ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 5 കോടി ഇങ്ങനത്തെ ഫിനാൻസിയേഴ്സിനടുത്ത് നമ്മൾ കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരുടെ പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. അതായത് പേഴ്സണലി ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു ലേഡി, അവരാണ് ഈ യുവതിയെ ഈ ഗ്രൂപ്പിന് പരിചയപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അതിനെങ്ങനെ ആരെങ്കിലും പരിചയപ്പെടുത്തിയിരുന്നോ? അങ്ങനെ എന്തെങ്കിലും മറ്റൊരു ആരോപണം, ഇങ്ങനൊരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയുന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും വിദേശത്തിലെത്തിക്കുന്ന ഒരു കേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു FIR എഴുത്ത് രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ? അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അവരുടെ ബാക്ക് പ്രൂഫ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത്. എനിക്കറിയില്ല. എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഇവരാരാന്ന് പറഞ്ഞുകൂടാ. ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളതാണ്. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന
ഇതിനെ കഴിഞ്ഞ നവംബർ 1 മുതൽ ഡിസംബർ 15 കഴിഞ്ഞ വർഷം ഡിസംബർ 15 വരെ ഉള്ള കാലയളവിലാണ് ഇത് നടന്നെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ പറയുന്ന ഈ നിർമ്മാതാവിനൊപ്പം ഈ ദുബായിൽ ഉണ്ടായിരുന്നു. ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല. FIR എന്നാണ് ഡേറ്റ് കൊടുത്തേക്കുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള പുള്ളിയാണ്. പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലിന്റെ കുടുംബം കൂടിയുണ്ട്. ഞങ്ങൾ അവിടെ ദുബായ് മോളിൽ ഒരു ഫുഡ് കോർട്ടിൽ ഇരുന്ന് കണ്ടു. റാഫേലിന്റെ മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവർ 3 പേരാണ് വന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ പിരിയും. അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞത് ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിനെ എനിക്ക് പരിചയമില്ല. അപ്പൊ എനിക്ക് നിയമോപദേശം നേടുകയാണെന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ള അവർക്കും പ്രൂവ് ചെയ്യണം. പക്ഷെ ഇതിന്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരുന്നു എല്ലാവർക്കും. ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ച് വരാം, ആരെ കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഈ ഫേക്ക് ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു സ്റ്റോക്ക് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ SCI വിളിച്ചെന്ന് പറയുന്നത് അന്ന് പറഞ്ഞ ആ പരാതിയിൽ അവർ വായിച്ചു കേൾപ്പിച്ചത് ഈ പറഞ്ഞ അലിഗേഷൻ എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ട്. അത് എനിക്ക് ഇവിടെ വെച്ച് സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഉന്നയിച്ച സമാനമായ അലിഗേഷൻ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല. അന്ന് എന്റെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമേ. അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു അലിഗേഷൻ ഇത് എന്താ ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ CNോട് പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത് ഇങ്ങനെ വരുന്നതാണ്. നമ്മുടെ അന്വേഷണത്തിൽ ഇതിന്റെ ഒരു വാസ്തവമില്ലാതെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെൻഷനോ ആശങ്കയോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ടെൻഷനോ ആശങ്കയോ നോൺ വേരിയബിൾ അല്ല അതിപ്പോ നമ്മള് ഫേസ് ചെയ്യാൻ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്കാണ് എഫക്ട് ചെയ്യുക. പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എന്റെ കൂടെ തന്നെയുണ്ട്. അവർക്ക് എന്നെ അറിയാം. ഞാനിന്ന് ആദ്യമേ എന്താ പറഞ്ഞപ്പോ വീട്ടിൽ അമ്മേനെയാണ് വിളിച്ചത്. വാർത്തകൾ വരുന്നുണ്ട്. മമ്മിയോട് നീ ധൈര്യമായിട്ട് ഇരിക്കും, എനിക്ക് ടെൻഷനൊന്നും ഇല്ലാതാണ് മമ്മി പറഞ്ഞത്. അപ്പൊ അത് മതി. അപ്പോ ഉണ്ട്. അതേ പറഞ്ഞു. എനിക്കെന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും. ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാനത് ആദ്യം ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ റീഫ്രെയിം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. പരാതി വരുന്നു അതിന് ശേഷം എപ്പോഴെങ്കിലും ഒരു ബാർഗൈനിങ്ങിനോ അല്ലെങ്കിൽ ഇത്തരത്തില് പൈസ നന്നായി പരാതിപ്പിക്കണം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല, ഞാനും കോൺടാക്ട് ചെയ്തിട്ടില്ല. അതേ പറഞ്ഞാൽ ഇത് അങ്ങനെ സംസാരിക്കുമോ മെസ്സേജ് അയക്കുമോ ഒരാളെ ഇപ്പോ സ്റ്റീവിനെതിരെ ഒരു പരാതി ഉന്നയിക്കണമെങ്കിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരാൾക്കെതിരെ പരാതി ഉന്നയിച്ചു. അപ്പൊ അതിനെ അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന മറ്റു ആളുകൾക്കെതിരെയോ ഈ പറയുന്ന ഫിനാൻസുകാർക്കെതിരെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഡീവിൻ എന്ന പേര് ഇതിലേക്ക് വരാൻ കാരണം? എനിക്ക് ഇതിൻ്റെ അകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല. ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ്. അതിൽ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല. ഒരുപാട് പേരുടെ പേര് അതിനകത്തുണ്ട്. അത് അവരാണ് അതിന്റെ മറുപടി പറയുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പരിചയമില്ലാത്ത ഒരാൾ കേസ് കൊടുക്കുമ്പോൾ ഇത്തരം ഒരു ആരോപണം ആദ്യം ഒരു കേസ് വന്നല്ലോ, അപ്പൊ അവരാരാണെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അവരുടെ മോട്ടീവ് എന്താണെന്നോ അന്ന് അന്വേഷിച്ചില്ല. സ്വാഭാവികമായി ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ വർക്കായിട്ട് മുമ്പോട്ട് പോകും. ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവും. പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതാണ്. കേസിന് പോയി വ്യക്തിപരമായി പോലും അന്വേഷിച്ചില്ല എന്തുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ പിന്നാലെ പോയില്ല. എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണ്. അപ്പൊ ഞാൻ തന്നെ അതിന്റെ പിന്നാലെ പോകും. ഇവരെ ഇപ്പം നിയമപരമായി പോകുന്നു പറയുമ്പോൾ അപ്പൊ ഇപ്പം ആരോപണം ഉന്നയിച്ചവരൊക്കെ വീണ്ടും കേസുകൾ കൊടുത്തിട്ടുണ്ട്. നേരിട്ട് കേസ് കൊടുക്കും. അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കാൻ DGPക്ക് പരാതി കൊടുക്കും. അങ്ങനെയൊക്കെ ഇനി അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കുന്നത് നേരിട്ട് പോയി
പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ ഇപ്പം അവിടെ വന്നല്ലോ, അത് വേദി പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ള പേരാണ്. നേരത്തെ വന്നിരിക്കുന്നത് മർദ്ദനം അങ്ങനെ ആരോപണമായിരുന്നു. അത് തന്നെയായിരുന്നു എന്നൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അത് ഞാൻ പ്രോസിക്യൂട്ട് എനിക്ക് ഇതിനെ കുറിച്ച് സത്യം ഭയങ്കര ഇതില്ല. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഞാൻ ഓപ്പണായിട്ട് ഇപ്പൊ ഇന്ന് തന്നെ ഒന്ന് പറഞ്ഞതിന്റെ റീസൺ എത്രയോ ഇതൊരു ഫോൾസ് അലിഗേഷനാണ്, ഒരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള കരുതി കൂട്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റുന്നതെന്ന് നമുക്ക് അറിയണം. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്ര മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രികളല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരും ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഇതേപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും വൈകിലാണ്. ആർക്ക് ഇതിന് വേണമെങ്കിൽ നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന് ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവുന്നിരിക്കാറില്ല. പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. സഹപ്രവർത്തകരായ പലർക്കെതിരെയും ആരോപണം വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പലരും കേസ് കൊടുക്കുന്നു, പലരും മാറി നിൽക്കുന്നു. അപ്പൊ അവർക്കെതിരെ വന്നതും ഇതുപോലെ ഫോഴ്സ് അലിഗേഷൻ ആണെന്ന് ബോധ്യമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ സംശയം? എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് എനിക്കൊന്നും അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് വഴി നടക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാനെങ്ങും പോകുന്നില്ല. ഇനിയും മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും, ഞാനിവിടെ ഉണ്ടാവും. പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ ഇതിന് സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷണം ചെയ്യുന്ന റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ പോരാടാൻ തീരുമാനിച്ചു. We can go out. So can we get an English flight? The problem is there are lots of media. We can go out. Yeah, we'll go out. One second. One second. Sir, one second. No, English flight, not English. Sir, one second. One second. Sorry, please. Like, please. One second. False allegation. And I will find. Hey.